ഇത് എയർപോർട്ട് തന്നെയാണ് ഇവിടെ. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ്. നമ്മളെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് എടുത്തു. സ്വന്തമായിട്ട് തന്നെ ബാഗ് ഡ്രോപ്പ് ചെയ്യാട്ടോ. ബാഗ് ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ആവുന്നു. അങ്ങനത്തേക്ക് ആൾക്കാരൊന്നും വേണ്ട, സ്റ്റാഫൊന്നും വേണ്ട. ഓ ഇതൊരു രക്ഷയില്ലട്ടോ. ഇത് കിടിലം വ്യൂ ആണ്, കിടിലം കാഴ്ചയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ അവസാന എപ്പിസോഡാണ്. അതായത് ഈ ഒരു യാത്രയുടെ ഏറ്റവും അവസാനം ലാസ്റ്റ് എപ്പിസോഡ് നാട്ടിലോട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ താമസിച്ച സ്ഥലം നമ്മുടെ ക്രിസ്റ്റോൻ്റെ പോയിരുന്നു. നമ്മൾ രാവിലെ പൊക്കി വിളിച്ചെണിപ്പിച്ച് ഉറക്കത്തിനെ എണിപ്പിച്ച് നമ്മൾ ടാറ്റ പറയാൻ വന്നേ. നമ്മളെ പിക്കാൻ വേണ്ടി നമ്മുടെ ആൽഡ്രിൻ വന്നിട്ടുണ്ട്. വിട്ടാലാ യെസ്. അപ്പോൾ ബ്രോ താങ്ക് യു. ഇനി വരുമ്പോൾ കാണാം, നാട്ടിൽ വരുമ്പോൾ വിളിക്കാം. യെസ്. അപ്പോൾ ഓക്കെ പോക്കോട്ടെ. യെസ് ഓക്കെ. അപ്പം നമ്മളെ നേരെ എയർപോർട്ടിലോട്ടാണ് പോകണം. കുറച്ച് ദൂരമുണ്ട്, ഒരു മണിക്കൂർ പോകുന്നുണ്ടല്ലേ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. കണ്ടോ, മെക്ഡൊണാൾഡ്സിൽ വന്നേക്കാണ്. മെക്ഡൊണാൾഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കടയിലൊക്കെ ചെന്ന് ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ വക പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ കണ്ട, ഇത് ഡ്രൈവ് ത്രൂ ആണ്. നമ്മുടെ അവിടെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. എനിക്കൊരു കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടല്ലേ, പലയിടത്തുണ്ടല്ലേ. ഞാൻ എന്താ ഇന്ത്യൻ ട്രിപ്പിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ഒന്നും വേണ്ട. ഇവിടെ ആ കാണുന്ന കണ്ട, അവിടെ ഓർഡർ ഹിയർന്ന് എഴുതിയേക്കണം. അവിടെ നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താ സാധനം വേണ്ടതെന്ന് ഓർഡർ ചെയ്യാം. നമ്മൾ വണ്ടി ഓടിച്ചത് അവിടെ എത്തുമ്പോഴേക്കും സാധനം കൈ കിട്ടും. അത് അടിപൊളി പരിപാടിയല്ലേ. ഇനി അതല്ലെങ്കിൽ ഈ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തുമ്പോൾ ആപ്ലിക്കേഷൻ ഉണ്ട് ഇവരുടെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓർഡർ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഈ ലൊക്കേഷനിലായതുകൊണ്ട് അത് കാണിക്കും. സംഭവം ഓർഡർ ചെയ്യുന്നു, പേയ്മെൻ്റൊക്കെ ഇതിൽ തന്നെ അല്ലേ. ഓർഡർ ചെയ്യുന്നു, എന്താണ് കാശ് കൊടുക്കുന്നു, നേരെ അവിടെ പോയി വാങ്ങിക്കുന്നു, പോകുന്നു. ഇത്ര ഉള്ളു പരിപാടി. വെരി നൈസ്. അപ്പോൾ സംഭവം ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോകണോ അല്ലെങ്കിൽ ഡ്രൈവ് ത്രൂ ആണോ ഞാൻ ചോദിക്കണേ അല്ലേ. ലാസ്റ്റ് അത് ഡ്രൈവ് ത്രൂ ആണെങ്കിൽ അവിടെ ചെന്ന് കോഡ് വന്ന് ആ കോഡ് അവിടെ അടിച്ചാൽ മതിയായിരിക്കും അല്ലേ. ഓ ആ ക്യാമറ എന്നാണ് കാണാം. ഓ ക്യാമറ വഴി ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട് കേട്ടോ. അതായത് ആളിരുന്ന് സംസാരിക്കുക, അവിടെ ഇരുന്നിട്ട് അവിടെ കൗണ്ടർ ചെയ്യുന്നതിന് പകരം ഇവിടെ ഇരുന്ന് ചെയ്യുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും സാധനം. Hi, what can I get you today? Hello, I have an app order. It's YR27. You have a card? Yeah. What was the card? YR27. Perfect, you're all good. Thank you. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അവിടെ ഒരു കോഡ് കിട്ടിയിരുന്നു. ആ കോഡ് അങ്ങ് പറഞ്ഞാ ഇവിടെ വന്ന് സാധനം മേടിച്ചാൽ മതി. നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആപ്പിൽ കൂടെ ചെയ്തു. അത് ഓൾറെഡി കഴിഞ്ഞ് അപ്പറയാണ് കളക്ട് ഓർഡർ ഹിയർ എന്നും പറഞ്ഞ് എഴുതിച്ചു. ഇതെന്താണ് ഇവിടെ പേ ചെയ്യണമെങ്കിൽ ചെയ്താൽ ആപ്പ് ഓർഡർ ചെയ്തേ. അപ്പൊ അത് പേയ്മെന്റ് ഓൺലൈൻ ചെയ്തല്ലേ. ഇതിപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ചെടുത്ത് പോയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. എനിക്ക് ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് ഇവിടെ ചെയ്യാം. നമുക്കിപ്പോ ഇവിടെ നിക്കണ്ട, നമ്മൾ നേരെ അപ്പുറത്തേക്ക്. ഓക്കെ. അപ്പൊ അവര് ഇവിടെ നിന്നാ ചെയ്തേ. നമ്മള് നേരെ ഇനി അപ്പുറത്തോട്ട് പോയാൽ അവിടെ പോയി സാധനം മേടിച്ചാൽ 24 മണിക്കൂറും ഉണ്ട് ഈ സംഭവം. ഇവിടെ ഇന്ത്യക്കാരൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ആ പുള്ളി ഇന്ത്യക്കാരനാണ് തോന്നുന്നു. അല്ല, അത് മേടിക്കാൻ വന്ന ആളാണല്ലേ. സോറി, ആള് പറയും അവിടെ ചെന്ന് ഇരുന്ന് കഴിക്കാനും പറ്റും. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഫുഡ് ഇച്ചിരി റെഡി ആവാൻ താമസമുണ്ട്. അപ്പൊ അവിടെ പോയി അവര് കൊണ്ടുവന്ന് വരും. നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങേണ്ട പരിപാടിയില്ല. സാധനം വന്ന ഒരു വണ്ടി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നേക്കാണ്. നമ്മുടെ മെൽബൺ എയർപോർട്ട്. നമ്മളിവിടെയാണ് ആദ്യം വന്നത്. വീണ്ടും ഇവിടെ തന്നെ വന്നത്. തിരിച്ചു വേണമെങ്കിൽ ഇവിടെ തന്നെ വന്നല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അതിന് രണ്ടാമത് ബുക്ക് ചെയ്തതാണ് സ്കൂട്ട്. ഞാൻ എൻ്റെ ചെക്ക് ഇൻ ബാഗ് കൊണ്ടേ അവിടെ കൊടുത്തു. ഇപ്പോൾ ഫ്രീ ആയി. ഇനി ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഈ എയർപോർട്ടിൽ വൈഫൈ ഉണ്ട്, കുറച്ച് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യണം അല്ലേ. 7 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും 7 8 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെൽബണിലാണ് എഴുതിയേക്കണം. ഇത് എഴുതിയേക്കുന്നത് മെൽബൺ എന്നാണ്. ദൂരെ പോയി നോക്കണം. ഇതൊക്കെ വേറെ ജെറ്റ് സ്റ്റാർ. ഇതേടാ ഇവിടെയായിരുന്നു നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഈ ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ. അത് അവന്മാർ ക്യാൻസൽ. അത് സ്ഥിരമുള്ള പരിപാടിയാണെന്നുള്ളൂ ഇവരുടെ. എനിക്കൊന്ന് ആളില്ലാണ്ടാണോ എന്താണെന്ന് അറിയില്ല. സ്ഥിരം പരിപാടിയാണെന്ന് പറയണേ കേട്ടു. ഇത് ഇവിടുത്തെ എയർപോർട്ടിലെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. ഇതെങ്ങനെയാണ് സംഭവം എന്ന് അറിയാം. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ കൈ കാണിച്ചാൽ വെള്ളം വരും, വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ കൈ കാണിച്ചാൽ സോപ്പ് വരും. സോപ്പ് വരില്ലേ, സോപ്പ് ബോധം വന്നു. എന്താ അടിപൊളി. ഇവിടെ കൈ കാണിച്ചാൽ ഡ്രൈ എന്ന് എഴുതിക്കണണ്ട.
കാറ്റ് വരും, കൈ ഉണക്കാൻ. പൊളിയല്ലേ? ഇവിടെ കണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ഇൻ ചെയ്ത് കയറാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ കൂടി കടന്നു പോയത്. എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്തില്ലായിരുന്നു ആദ്യം. ഞാൻ ഫസ്റ്റ് ടൈം മെൽബണിൽ വന്ന സമയത്ത്. പക്ഷേ ഇവിടെ ഈ കാണുന്ന മെഷീൻ കണ്ട, അത് നമ്മുടെ പാസ്പോർട്ട് ജസ്റ്റ് കയറ്റി വെച്ചാൽ മാത്രം മതി. ബോർഡിംഗ് പാസ്സൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ അത് അപ്പുറത്ത് വേറെ മെഷീൻ ഉണ്ട് അവിടെ ഉണ്ടാവും. ആ മെഷീനിൽ കൊണ്ട് വെക്കുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് പാസ്പോർട്ട് വീണ്ടും ചെയ്യാൻ നേരത്ത് ബാഗ് ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ആവുന്നു. അങ്ങനത്തേക്ക് ആൾക്കാരൊന്നും വേണ്ട, സ്റ്റാഫൊന്നും വേണ്ട. അപ്പോൾ ആൾട്രിനോട് ടാറ്റ പറഞ്ഞു. ആൾട്രിൻ ബൈ, നാട്ടിൽ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ വരുമ്പോൾ കാണാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരി എന്നാൽ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ നേരെ ഡിപ്പാർച്ചറിലേക്ക്. അതുപോലെ ഇവിടെ ഒരു സംഭവമുണ്ട്, TRS എന്ന് പറയും, ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം. നമ്മളിവിടുന്ന് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് നമുക്ക് തിരിച്ച് കിട്ടും. ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ചെന്ന് ക്ലെയിം ചെയ്തു. എനിക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ആയാലും മതി. ആ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡിലേക്ക് എത്ര രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടോ അത് നമുക്ക് റീഫണ്ട് കിട്ടും. അത് കിടിലും പരിപാടി, അത് എല്ലാ രാജ്യത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ എനിക്കായത് നമ്മുടെ പാസ്പോർട്ടും അതുപോലെ ബോർഡിംഗ് പാസും കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഈ ടാക്സ് ഇൻവോയ്സ് ഉണ്ട്, അതായത് ബില്ല് കൊടുക്കുക. എന്ത് സാധനമാണ് വാങ്ങിച്ചത് അത് പ്രസൻറ്റ് ചെയ്യണം, അത് ഇന്ന സാധനമാണെന്ന് പ്രസൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്നതാണോ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കും. എന്നിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ ആ കാർഡിൽ, ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ആ കാർഡിലേക്ക് അത് ഏകദേശം ഒരു 10 ദിവസമോ 15 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. അതിനകത്തേക്ക് ആ ഒരു ടാക്സ് അമൗണ്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെയാണ് സംഭവം. അത് എല്ലാ രാജ്യത്തും ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ടാക്സ് തിരിച്ചു കിട്ടും. അടിപൊളി പരിപാടിയാണ്. ഞാൻ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൈക്കാണ്, വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ കുറച്ച് പൈസ നമുക്ക് റിട്ടേൺ വരും. നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ആണ് ഈ കാണുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഫുള്ള് മദ്യക്കുപ്പി, അമേരിക്കൻ ഹണി എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതുകൊള്ളാം. അപ്പം നമ്മൾ ടാക്സൊക്കെ റീഫണ്ട് കിട്ടിയ ശേഷം നമ്മൾ ഇനി ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇനി 4-ാം നമ്പറാണ് നമ്മുടെ ഗേറ്റ്. യെസ്, 12:50 നമ്മുടെ ബോർഡിംഗ് ടൈം. 1:30 ഫ്ലൈറ്റ്. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇമിഗ്രേഷനിലോട്ടാണ് സാധാരണ പോകുന്നത്. ഇമിഗ്രേഷൻ ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റലാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ അടുത്ത് പോയിട്ട് പാസ്പോർട്ടൊക്കെ കാണിച്ച് ചെയ്യുന്ന പരിപാടിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടാകും. അവിടെ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് നേരെ സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗേറ്റ് ഓപ്പൺ ആവുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. വീണ്ടും ഒരു ഗേറ്റ് ഓപ്പൺ ആവുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ. ഇൻ കേസ് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരാളിരിപ്പുണ്ടാവും, ഇമിഗ്രേഷനിലെ ആളിരിപ്പുണ്ടാവും. അവരോട് പറഞ്ഞാൽ അവരവിടെ മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കടത്തി വിടും. ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഗേറ്റ് തപ്പി കിടക്കാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ 4 ആണ്. 4 എങ്ങോട്ടാണ്? 4 മുകളിലോട്ട് പോകണം. അങ്ങോട്ട്. ഇതാണ് 4. സമയമുണ്ട്. അങ്ങനെ നമ്മുടെ സമയമായി. നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാൻ പോവാണ് വിമാനത്തിൻ്റെ. ഇതേ കിടക്കുന്ന പ്ലെയിൻ, മഞ്ഞ കളർ സ്കൂട്ട്. ഇതിനു മുമ്പ് നമ്മൾ സ്കൂട്ടിൽ പോയത് ഇന്തോനേഷ്യയിലോട്ടാണ്. നമ്മുടെ ബാലിയിലോട്ട് പോയപ്പോൾ ഉള്ള ട്രിപ്പിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കയറി സ്കൂട്ടി കയറിയിട്ടാണ് പോയത്, തിരുവനന്തപുരത്ത് നിന്ന് ബാലിയിലോട്ട്. അപ്പോൾ അതിനകത്തേക്ക് വീണ്ടും കയറുകയാണ്. അങ്ങനെ നമ്മൾ പ്ലെയിനിൽ കയറി. ഭാഗ്യത്തിന് ഈ സൈഡിൽ സീറ്റ് തന്നെ കിട്ടിയത്, കാരണം 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ വിൻഡോ സീറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഇടിച്ച് മാറ്റി നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ, ഫ്രഷ് ആവണമെങ്കിൽ, വെറുതെ എണീറ്റ് നടക്കണമെങ്കിലൊക്കെ ഏറ്റവും നല്ല സീറ്റ്. ലോങ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഈ സൈഡിൽ, അതാകുമ്പോൾ സൗകര്യമായിട്ട് പോവാം, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി 8 മണിക്കൂർ നേരെ സിംഗപ്പൂർ. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സമയം 6:30 സിംഗപ്പൂർ ടൈം 6:30. നമ്മൾ ഏകദേശം 7.5 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 7.5 മണിക്കൂർ ഉള്ളൊരു എയർലൈൻ ട്രിപ്പ്. നമ്മൾ മലേഷ്യയിൽ നിന്ന് മെൽബണിലോട്ട് ഒരു തവണ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് 7 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഇത് 7.5 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സമയം 6:30 കേട്ടോ. അപ്പോൾ സിംഗപ്പൂർ ആക്ച്വലി നമുക്ക് കറങ്ങാൻ ഉള്ള പ്ലാനൊന്നുമില്ല. നമ്മൾ ട്രാൻസിറ്റ് ആണെങ്കിലും എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം 2ാമത്. കാരണം ഞാൻ സിംഗപ്പൂർ വരെ ഉള്ളൂ. ഇനി അടുത്തത് വേറെ ഫ്ലൈറ്റാണ്. അപ്പോൾ ആദ്യം പോയിട്ട് ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ബാഗ് എടുക്കണം. ഞാൻ ഓൾറെഡി വിസ എടുത്തിട്ട് തന്നെയാണ് വന്നേക്കണം. വിസ എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി സിംഗപ്പൂർ വിസ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സമയം 6:30. ഇനി അടുത്ത ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ 10:30 നേരെ കൊച്ചിക്ക്.
അപ്പോൾ വിസയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഇമിഗ്രേഷനിൽ പോയിട്ട് എൻട്രി ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം എക്സിറ്റ് അടിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഈ സിംഗപ്പൂർ വരുമ്പോണ്ടല്ലോ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഡിജിറ്റലാണ്. നമുക്ക് ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ കയറിയിട്ട് അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം. അത് വേറെ ഒന്നുമില്ല, നമ്മളുടെ കുറേ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊടുക്കണം. നമ്മൾ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, എങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. എൻ്റെ മോനെ ഇമിഗ്രേഷനൊക്കെ എന്ത് അഡ്വാൻസ്ഡാണെന്നറിയാമോ? ആരും ഇല്ല അവിടെ. ആക്ച്വലി നമ്മൾ നേരെ വരുന്നു, നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു, എൻ്റെ തമ്പ് എടുക്കുന്നു, പോകുന്നു. വേറൊരു പരിപാടിയില്ല, എല്ലാം ഫുള്ള് ഡിജിറ്റലാണ്. പാസ്പോർട്ടിൽ പഴയ പോലെ സീൽ ചെയ്യുന്ന പരിപാടിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇവിടെയൊന്നും. ഓസ്ട്രേലിയയിലില്ല, സിംഗപ്പൂരില്ല, പിന്നെ ന്യൂസിലാൻഡിൽ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ സീലൊന്നുമില്ല. എൻട്രി സീൽ അടിച്ചിട്ടുണ്ട് ന്യൂസിലാൻഡിൽ. പക്ഷേ ഓസ്ട്രേലിയയിൽ ഞാൻ 3 തവണ എൻ്റർ ചെയ്തു, ഒരു സീലും ഇല്ല, ഇവിടെയും സീലും ഇല്ല. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത ടെർമിനലിൽ പോകണം. ടെർമിനൽ 3 എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. എനിക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം, വിസയൊക്കെ ഉള്ളതുകൊണ്ടേ. ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഓ, ഇതാണ് ആ വെള്ളത്തിൻ്റെ സംഭവം അല്ലേ? വെറുതെ ഒന്ന് കയറി കണ്ടിട്ട് വരാം. സിംഗപ്പൂർ എയർപോർട്ട് ഭയങ്കര സംഭവം എന്നൊക്കെ ഇടറുണ്ട്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവാണ്. ഒരു സംഭവം കാണിച്ചു തരാട്ടാ, നോക്കിക്കോ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം. എൻ്റെ മോനെ, ഇതിന് മുകളിൽ കൂടിയൊക്കെ ആൾക്കാർ നടക്കണ്ടല്ലോ. അങ്ങോട്ടെങ്ങനെ പോണേന്ന് അറിയില്ല, നോക്കാം. ഇത് കണ്ടാ, ഈ സിംഗപ്പൂർ എയർപോർട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഭയങ്കര ഫേമസ് ആണ്. ഓ, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് കിടിലം വ്യൂ ആണ്, കിടിലം കാഴ്ചയാണ്. നൈസ്. ഇത് എവിടെ നിന്ന് ഈ വെള്ളം വരുന്നാവോ? ഇത് കണ്ടാ, ഇത് ഫോട്ടോ എടുക്കാനാണ്. ചുറ്റും നിറച്ച ആൾക്കാരാ, അവിടെ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടാ. ഇടയ്ക്കിടയ്ക്ക് കളറ് മാറോട്ടാ. ഇത് നോക്കി, ഇപ്പോൾ ഒരു റോസ് കളർ ആയിട്ടുണ്ട്. നേരത്തെ റെഡ് ആയിരുന്നു, ബ്ലൂ വരും. കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണതിൻ്റെ തിരക്കിലാ. നല്ല രസമുണ്ട് കേട്ടോ. എയർപോർട്ടിൽ ഒരു പാർക്ക് പോലെ ആക്കി വെച്ചൊക്കെ ഇവർ. കൊള്ള അടിപൊളി പരിപാടി. നമ്മൾ വന്നപ്പോൾ ഇത്തിരി ഇരുട്ടായിപ്പോയി, അതുകൊണ്ട് പകലെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി വേറൊരു ദിവസം എന്തായാലും നമ്മൾ സിംഗപ്പൂരിൽ ഇനി വരും, അപ്പോൾ കാണാം. പിന്നെ പുറത്ത് വല്ല അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ. ഓ, ഇവിടം വരെ ഉള്ളോ, ഏരിയ ക്ലോസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇതേ കളർ പറയണ്ട, അപ്പോൾ റെഡായിരുന്നു, റോസായി. ഇതിൻ്റെ മുകളിൽ പല തട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ് കയറുമ്പോഴായിരിക്കും മിക്കവാറും അവിടെ വരുന്നത്. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്, എന്തോ ജിമ്മിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിന്ന് ആൾക്കാർ ജിമ്മ് ചെയ്യണേ എയർപോർട്ടിലാണ്. ഇത് നീല കളറായി. ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും കളർ മാറിയല്ല, നീലയായി കണ്ട. ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും കളർ മാറി, മഞ്ഞ കളറ്. ഇതിന് ചുറ്റും ഫുള്ള് ചെടികളാണ് കേട്ടോ. ചെടികളെന്നല്ല, മരങ്ങളാണ് മൊത്തം. ഇത് കണ്ട, ഇത് പകലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കാണാമായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ അല്ലേ? എനിക്കറിയത്തില്ല പ്ലാസ്റ്റിക് ആണോ എന്ന്. പക്ഷെ ഫുള്ള് ചെടികളും മരങ്ങളൊക്കെയാണ് ഫുള്ള് ചുറ്റിനും. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതൊക്കെ ഒറിജിനലാ. ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഇത് ഒറിജിനൽ ചെടിയാണ്. ഇത് ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ടാക്കി എടുത്തേക്കാന്നുണ്ട് ഇവര് എയർപോർട്ടിന്റെ ഉള്ളില്. കൊള്ളാട്ടോ, അടിപൊളി പരിപാടി. ഇവരെ എയർപോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചാൽ ഒരു ഡ്രാഗനൊക്കെ ഇരിക്കുന്നത്. കൊള്ളാട്ടോ. നമുക്കിനി പോകേണ്ടത് ടെർമിനൽ 3 അത് അങ്ങോട്ടാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ടെർമിനൽ 3 എത്തി. ഇപ്പോൾ സമയം 7:30. എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത് 10:30. അപ്പോൾ സിംഗപ്പൂർ എയർലൈനാണ്. ഞാൻ ആദ്യമായിട്ടാണ് സിംഗപ്പൂർ എയർലൈൻസിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൗണ്ടർ കണ്ടുപിടിക്കട്ടെ. ബാഗ് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. എൻ്റെ ദൈവമേ, ഇവർ എയർപോർട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കണം. ഇത് നോക്കി, മഴത്തുള്ളി പോലത്തെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. മുകളിലോട്ടും താഴത്തോട്ടും ആകുന്നു പല ഡിസൈനിൽ. നല്ല രസമുണ്ടല്ലേ. ഈ കാണുന്ന സംഭവം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ കണ്ട പോലെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുണ്ട് ഇങ്ങനത്തെ പരിപാടി. ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ഇൻ ചെയ്യാം. നേരെ കൊണ്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക്കലി തന്നെ പാസ്പോർട്ട് വെച്ചിട്ട് തന്നെ വേറെ സ്റ്റാഫിൻ്റെ ആരുടെയും സഹായമൊന്നും വേണ്ട. നമുക്ക് ബാഗും ഡ്രോപ്പ് ചെയ്ത് സ്ഥലം വിടാം. എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അതേ, എനിക്കൊരു അബദ്ധം പറ്റിയെന്നാണ് തോന്നണം. ഇത് ടെർമിനൽ 1 തോന്നണം. ടെർമിനൽ 3 എവിടെയാണോ ദൈവത്തിന് അറിയാം. ആരോടും ചോദിക്കട്ടെ. ഞാനേ ഒരാളോട് സ്ഥലം ചോദിച്ചേ. അപ്പോൾ പുള്ളി തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായിരുന്നു. തമിഴ് തെരിയുമാന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തെരിയും. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ വഴി നേരെ വിട്ട് കഴിഞ്ഞാൽ സ്കൈ ട്രെയിൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അമ്മ വേറെ സ്ഥലത്താണെന്നും ഉണ്ടോ. ഇത് കണ്ടോ, GST റീഫണ്ട്. നമ്മൾ റീഫണ്ട് ചെയ്തില്ല, അതേപോലെ ഇതെല്ലാം എയർപോർട്ടിലും ഉണ്ടാവും കേട്ടോ. കണ്ടോ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതി, നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അതേ, സ്കൈ ട്രെയിൻ ടു T3. ഓ, സ്കൈ ട്രെയിൻ പിടിച്ച് വേറെ സ്ഥലത്തോട്ട് പോകണോ? ഇതെന്താ സ്കൈ ട്രെയിൻ എന്നറിയില്ല, പോയി നോക്കാം.
ഇത് ടെർമിനൽ 1 നമ്മൾ വന്നത്, മാറിപ്പോയി. ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, സ്കൈ ട്രെയിൻ ടു T3. അതെന്താ സംഭവം? ദേ ട്രെയിൻ പിടിച്ച് പോണോ? ഇതേ ട്രെയിൻ പോണു. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു ട്രെയിൻ വരാനുണ്ട്, സ്കൈ ട്രെയിൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിൻ പോയുള്ളൂ. ദേ വരുന്നു, ചാങ്ങി എയർപോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ എയർപോർട്ടിൻ്റെ പേര് ചാങ്ങി എന്നാണ്ടാ, ഞാൻ പറയാൻ പറ്റുമോ? ഈ ചാങ്ങി എയർപോർട്ടാണ്. അപ്പോൾ ഇത് ഫ്രീ ആണ്. ആ ടെർമിനലിലോട്ടൊക്കെ മാറി മാറി കയറാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഇവിടെ. ആളുകൾ ഇറങ്ങുന്നു. ആളുകൾ ഇറങ്ങണേനും പിടിച്ച് കയറണ്ടല്ലോ. ഫസ്റ്റ് ഇവിടെ സീറ്റൊന്നുമില്ല. സീറ്റ് ഉണ്ട്, 4 സീറ്റാ ഇവിടെ. ഇത് ഇങ്ങനെയാണല്ലേ, അപ്പുറത്തെ ക്യാബിനിലോട്ടൊന്നും പോകാൻ പറ്റില്ലേ. ഇവിടെ നിൽക്കണം, ചാരിക്കണം. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ചാങ്ങി എയർപോർട്ട്. ചാങ്ങി എയർപോർട്ടിൻ്റെ പുറത്തു കൂടി നമ്മൾ T3 ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ശരിക്കും 1 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറുക, ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക, ടെർമിനൽ 3 എത്തുക, അത്രേ ഉള്ളൂ. കണ്ട, അങ്ങനെ നമ്മൾ ടെർമിനൽ 3 ലാൻഡ് ചെയ്തു. നല്ല തിരക്കാണല്ലോ. ദൈവമേ, പണിയാവോ? ഇവിടെ നോക്കിയേ, എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണം, ഫോട്ടോ എടുക്കാനും നല്ല പൊളിക്കാം. ഇതൊക്കെ മയിൽ അടിപൊളി. ശരിക്കും എനിക്ക് തോന്നുന്നതേ, ഈ ടെർമിനൽ 1 എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മളിപ്പോൾ ടെർമിനൽ 3 വന്നതുകൊണ്ട് ഇനി ആ വെള്ളച്ചാട്ടം കാണോ ഇല്ലയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ടെർമിനൽ 1 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് ആണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയറാൻ വന്നേക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണല്ലോ, നമ്മൾ കൊച്ചിയിലോട്ട് പോകല്ലേ. അപ്പോൾ ടെർമിനൽ 3 അപ്പോൾ ടെർമിനൽ 1 എന്ന് പറയുന്നത് മിക്കവാറും ഡൊമസ്റ്റിക് ആയിരിക്കും, അറിയില്ല, അങ്ങനെ തോന്നുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണല്ലോ വന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ഇറങ്ങിയത് ടെർമിനൽ 1. അപ്പോൾ ഇത് ഏതാണ് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എന്നൊന്നും അറിയില്ല. ഇവിടെ ശരിക്കും 4 ടെർമിനലുണ്ട്. 1, 2, 3, 4 ഉണ്ട്. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് 3 നമ്മൾ 3 വന്നിട്ടുണ്ട്. ഇനി അത് കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ മൊത്തം ചെടികൾ. ഇത് നോക്കിയത് എന്താണ് ഇവർ ചെയ്ത് വെച്ചടാ. എയർപോർട്ട് ഉണ്ടോ? എൻ്റെ മോനെ, സത്യം പറഞ്ഞ ചാങ്ങി എയർപോർട്ട് എന്നെ ഞെട്ടിച്ചു. സിംഗപ്പൂർ എയർപോർട്ട് കണ്ട് ഞെട്ടി, സത്യമായിട്ടും ഞെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിംഗപ്പൂർ വരുന്നതിന് മുമ്പ് അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് നമ്മൾ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിലൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അറൈവൽ കാർഡ് ഫില്ല് ചെയ്ത് കൊടുത്തില്ലേ, അത് ഫില്ല് ചെയ്യുന്നതിന് പകരം ഇവിടെ അത് ഡിജിറ്റലായിട്ട് ഓൺലൈനിൽ ചെയ്യണം. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ ഉണ്ട്, മൈ ICA എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ ചെയ്യാം. അത് ജസ്റ്റ് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഓൺലൈനിൽ. വേറെ പ്രത്യേകിച്ച് വലിയ തലവേദന കേസൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് അത് ചോദിച്ചൊന്നുമില്ല കേട്ടോ. അത് ആരും ചോദിച്ചില്ല. ഇനിയിപ്പോൾ എല്ലാം ഡിജിറ്റലായതുകൊണ്ട് എല്ലാം ചിലപ്പോൾ ഓൾറെഡി സെറ്റായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും ചോദിക്കാത്തത്. അങ്ങനെ നമ്മളുടെ റോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ. നമുക്ക് അവിടെ പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യണം. നമ്മളെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് എടുത്തു. അപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കണ്ട, പൊളിച്ച്. അതിനാണ് ഈ മെഷീൻ വെച്ചേക്കണം കേട്ടോ. ബാഗും നമുക്ക് അതേപോലെ തന്നെ നൈസായിട്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. അത് കൊള്ളാൻ പരിപാടി. ഈ ചേച്ചി നമ്മളെ സഹായിച്ചു. എന്താ, ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബാഗ് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാഗ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തു. സ്വന്തമായിട്ട് ബോർഡിംഗ് പാസ് എടുത്തു, സ്വന്തമായിട്ട് ബാഗൊക്കെ പറഞ്ഞു വിട്ടു. കൊള്ളാട്ടോ പരിപാടി. എല്ലാ എയർപോർട്ടിലും ഇങ്ങനെയാണെങ്കിൽ സൗകര്യമാണ്. എല്ലാ സ്ഥലത്തും ആയി വരിക, എല്ലാം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ രാജ്യത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് എയർപോർട്ടിലൊക്കെ ഉള്ളതെന്ന്. എന്തായാലും സിംഗപ്പൂർ എയർപോർട്ട് കണ്ടാൽ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ഇത് കണ്ട, ഇത് എയർപോർട്ട് തന്നെയാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇത് നോക്കി, എന്ത് രസമാണല്ലേ. ഒരു എയർപോർട്ടിൽ എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്ത് വെച്ചേക്കണേന്ന് നോക്കി. കൊള്ളാട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. നമുക്ക് ആൾക്കാർക്ക് ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, നല്ല രസമുണ്ട്. എന്തായാലും ഇത് കണ്ട, ഇതാണ് നമ്മുടെ ചാങ്ങി എയർപോർട്ട്. ഇത് മറ്റേ തിന്നുന്ന സാധനമുള്ള അതിൻ്റെ സംഭവം ഉണ്ടാക്കി വെച്ചേക്കാണ്. അടിപൊളി. അപ്പോൾ ദേ ഈ നേരെ കാണാനാണ് ഡിപ്പാർച്ചർ. നമുക്കിനി മുകളിലോട്ട് പോകണം. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇതൊരു റെസ്റ്റോറൻറ്റാണ്. ഈ താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാട്ടെ. ഇത് കണ്ട, മറ്റേ നേരത്തെ കണ്ട പിള്ളേരെ കളിക്കുന്ന സാധനം. ഇത് കണ്ട്, ഇതൊരു എയർപോർട്ടാ. നല്ല രസമല്ലേ, ഏതോ മാള് പോലെയൊക്കെ തോന്നുന്നു. ഇതാണ് ചെക്കിങ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് മൊത്തം ചെക്കിങ് കൗണ്ടറാണ്, അറ്റം വരെ. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് റെസ്റ്റോറൻ്റാണ്. ഇനി നമ്മുടെ പരിപാടി എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കണ്ട് കിളി പോയാന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം കൊണ്ട് നേരെ കയറി മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അതല്ല, ഡിപ്പാർച്ചർ ഈ കാണുന്നതാണ്, താഴത്ത് തന്നെയാണ്, അതിലാണ് പോകേണ്ടത്.
ഞാൻ വിചാരിച്ചു മുകളിലാന്ന് വിചാരിച്ചു, പക്ഷെ അതല്ല. ഇവിടുത്തെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാമോ? ഇനി ഇമിഗ്രേഷൻ കൗണ്ടറൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോയി സ്കാൻ ചെയ്യുന്നു, നമ്മൾ നേരെ പോകുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്ത ശേഷം നമ്മൾ ഡിപ്പാർച്ചർ ഹാളിലോട്ട് എൻ്റർ ചെയ്തു. വലിയ പണിയൊന്നുമില്ല കേട്ടോ. അതായത് പാസ്പോർട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, പിന്നെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുന്നു, നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുന്നു, കഴിഞ്ഞ പരിപാടി. ഗേറ്റൊക്കെ ഓപ്പൺ ആവും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കൗണ്ടർ ഞാൻ കണ്ടേ, ഫ്രീ സിംഗപ്പൂർ ടൂറ്. അത് കൊള്ളാലോ. അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ലേ ഓവർ ഉണ്ടാവണം, വിസ ഉണ്ടാവണം എന്നൊക്കെയാണ് എഴുതിയേക്കണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര മണി തൊട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് സ്കാൻ ചെയ്തോ, കണ്ട രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അതെ, ഇവിടെ ടൈമിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടൂർ ഡിപ്പാർച്ചർ 8 മണിക്ക്, 9:10, 10:10 അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കണം. ഓരോ സ്ഥലത്ത് സൈറ്റ് സീയിങ് കൊണ്ടുപോകും, അടിപൊളി. അത് കൊള്ളാത്ത പരിപാടി. 2.5 മണിക്കൂറത്തെ ട്രിപ്പാണ്, 2.5 മണിക്കൂറത്തെ ഫ്രീ ടൂറ്. അത് കൊള്ളാം. എയർപോർട്ടിലുണ്ട്, ടെർമിനൽ 3. ഇത് കണ്ട, ഇരിക്കാനുള്ള സീറ്റിൻ്റെ അവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ശരിക്കും സിംഗപ്പൂർ എയർപോർട്ട് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാനാണെങ്കിൽ ഒരു എപ്പിസോഡൊന്നും പോരുന്നുണ്ട്. അമ്മാതിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ്, ഇതെന്താണ് ബാച്ച കോഫി 1910 എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഭയങ്കര രസമില്ല. ഇത് നോക്കി, എന്തോ കോഫിയുടെ സംഭവമാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി മലേഷ്യൻ കറൻസി ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൽ തന്നെ ആദ്യം വന്നപ്പോൾ മലേഷ്യ വഴിയാണ് വന്നത്. അപ്പോൾ കുറച്ച് മലേഷ്യൻ കറൻസി ഇരിക്കുന്നതുകൊണ്ട് ഞാനത് സിംഗപ്പൂർ ഡോളറാക്കി മാറ്റിയിട്ട് ഇവിടെ നിന്ന് നൈസായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് ആക്ച്വലി ഇവിടെ കാർഡ് കൊടുത്താലും മതി. നമ്മുടെ കയ്യിൽ ഫോറക്സ് കാർഡ് അല്ലെങ്കിൽ ATM കാർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഞാനിവിടെ കറൻസി കൊടുത്തിട്ട് ഇത്തിരി ഫുഡ് മേടിച്ചു. റൈസും ചിക്കനും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ട്. കാരണം വിശക്കും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മുടെ ബോർഡിംഗ് ടൈം 9:35 അപ്പോൾ നമ്മുടെ ഗേറ്റ് 7:09 അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഫൈനലി സമയം 10 മണി. എനിക്കാണെങ്കിൽ ഭയങ്കര ഉറപ്പിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് നടക്കുകയാണ് കൊച്ചിയിലേക്ക്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇയർഫോണൊക്കെ തന്നട്ടോ. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ദിവസം പോകണം. ഞാൻ ഇതുവരെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ടൈം വരും. ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് കണ്ടോ, പുതപ്പൊക്കെ ഉണ്ട്, പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാം. വാവ്. ഇവിടെ TV ഒക്കെ ഉണ്ട്, നമുക്ക് സിനിമയൊക്കെ കാണാം കേട്ടോ. ഇയർഫോൺ തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിംഗപ്പൂരിൽ നിന്നും സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ്. ഏകദേശം ഒരു 4.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് വന്നത് സ്കൂട്ട് എയർലൈൻ എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ്. ആ സ്കൂട്ട് എയർലൈൻ എന്ന് പറയുന്നത് ഈ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ തന്നെ സബ്ബായിട്ടുള്ള എയർലൈൻ കമ്പനിയാണ് കേട്ടോ. സ്കൂട്ട് എയർലൈനെ പൊതുവെ ബഡ്ജറ്റ് എയർലൈൻ എന്നാണ് പറയുന്നത്. ഈ സിംഗപ്പൂർ എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇതിനകത്ത് സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ, കൊള്ളാം. എനിക്ക് ഈ ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിനകത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ ഇൻക്ലൂഡാണ്. അപ്പോൾ ഏകദേശം 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിൽ നിന്ന് രാത്രി 10:30 ഫ്ലൈറ്റ് എടുത്തത്. ഇന്ത്യൻ സമയം രാത്രി 12:20 ആകുമ്പോൾ ലാൻഡ് ചെയ്യും. നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്, കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ യാത്ര നമ്മുടെ കൊച്ചിയിൽ അവസാനിക്കുകയാണ്. ഒരു നീണ്ട യാത്രയായിരുന്നു. ഒരുപാട് കാഴ്ചകളും ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയ ഒരു യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ യാത്രകളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഉടനെ വരാം.